ഇന്ന് നമ്മളൊരു വറുത്ത കോഴിയുടെ ബിരിയാണി വെക്കാനാണ് കേട്ടോ പ്ലാന്. കുറേ കാലമായി ഞാൻ അങ്ങനെ ഒരു ബിരിയാണി വെച്ചിട്ട് പണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന. അതിന് കുറച്ച് കൂടുതൽ സമയം കൂടുതൽ എഫേർട്ടും വേണം. അപ്പൊ നമ്മൾ സാധാരണ എപ്പോഴും ഈ ഹൈദരാബാദി ടൈപ്പ് അങ്ങനത്തെ ബിരിയാണി, എളുപ്പ ബിരിയാണിയാണ് വെക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല, നന്നായിട്ട് വറുത്ത്, അതാണ് ഭയങ്കര ടേസ്റ്റ്. പണ്ടൊക്കെ നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വീടുകളിൽ കിട്ടിക്കൊണ്ടിരുന്ന അങ്ങനത്തെ അല്ലേ നമ്മുടെയൊക്കെ ഒരു 90 കാലഘട്ടത്തിലൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ആ ഒരു ടൈപ്പ് ബിരിയാണി വെക്കാനാണ് ഇന്ന്. നല്ല മസാലയൊക്കെ ചേർത്ത് ആ ഒരു രീതിയിൽ. അപ്പൊ രാവിലെ ഞാൻ എണീറ്റ് നേരെ കൊറിയറൊക്കെ പാക്ക് ചെയ്തു. ഉള്ളിപ്പുട്ട് ഉണ്ടാക്കി കേട്ടോ. ഉള്ളിപ്പുട്ട് ഭയങ്കര ടേസ്റ്റാ, കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും. ഇനിയിപ്പോ നമുക്ക് നേരെ ഒരു ബിരിയാണി ഉണ്ടാക്കണം. ആ കൊറിയർ എല്ലാം പാക്ക് ചെയ്ത് വിട്ടു. കുറേ ചെടികളുടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, അത് മോളിൽ പോയി പാക്ക് ചെയ്തു. ആ കൂടത്തിൽ നമ്മുടെ പക്ഷിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുത്തു. അങ്ങനെ എല്ലാം അത്യാവശ്യം ഫ്രീ ആയി. പെറ്റ്സുകൾക്കൊക്കെ ഫുഡ് കൊടുത്തു. ആ രീതിക്ക് ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കും. അങ്ങനെയാണ്. ചിലപ്പോൾ താഴെ വീട്ടിലേക്കും കുറച്ച് കൊടുക്കും, എന്നിട്ട് ബാക്കിയുള്ളത് എടുത്തു വെക്കും. അങ്ങനെ ആ ഒരു രീതിയിലാണ്. അങ്ങനെ തലേ ദിവസം തന്നെ അതിന്റെ ഒരു ഹാഫ് പ്രിപ്പറേഷൻ ചെയ്ത് വെക്കും കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇന്നലെ ഞാൻ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇത് കണ്ട കൂട്ടുകാരെ, 2 വലിയ തവി എന്ന് തന്നെ പറയാം. കട്ട തൈരാണ് എടുക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി, അത് ഒരു സ്പൂൺ എടുക്കാം. പിന്നെ ഇത് നമ്മുടെ ഗരം മസാലയുടെ കൂട്ടാണ്, നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. അടിപൊളിയാണ്. എല്ലാ മസാലകളും ചേർത്ത് മീൻകറി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് ചേർക്കാം. നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഉപയോഗിച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കറികൾക്കും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. കുറച്ച് വിനാഗിരി ഒഴിക്കാം. പിന്നെ ഇതുപോലെ നമ്മളെ പുതിന മല്ലിച്ചപ്പ് ഞാൻ എപ്പോഴും ഗ്ലാസ് ജാറിൽ ഇതുപോലെ അരച്ചിട്ട് വിനാഗിരിയും കൂടി ചേർത്ത് വെക്കും. അപ്പം അത് ഒരാഴ്ച 2 ആഴ്ച കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത്, ഉപ്പ് ചേർത്തു, കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ആ മസാലക്കൂട്ട് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ പുരട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകിൽ തവി അല്ലെങ്കിൽ കൈ കൊണ്ട് പുരട്ടി എല്ലാം എടുത്ത് വെക്കുക. ഇങ്ങനെ ഞാൻ തലേ ദിവസം എടുത്ത് വെക്കും കേട്ടോ. അപ്പൊ നമ്മുടെ ഗരം മസാലക്കൂട്ട് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. പിന്നെ തക്കാളി, സവാള എല്ലാം അരിഞ്ഞു വെക്കും. ഇത് കണ്ടു കൂട്ടുകാരെ, ഇതുപോലെ തലേ ദിവസം ഇങ്ങനെ ഹാഫ് പണികൾ ചെയ്ത് വെക്കുവാണെങ്കിൽ തന്നെ ഉള്ളിയൊക്കെ പൊളിച്ച്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ക്രഷ് ചെയ്ത് വെക്കും. അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തേന് വളരെ എളുപ്പത്തിൽ സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളിവിടെ കിടക്കേണ്ടി വരും. അങ്ങനെയാണ്. മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. രാവിലെ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ പ്രിപ്പറേഷൻ മാത്രമായിട്ട് ഷൂട്ട് ചെയ്യാം. വർത്താനൊന്നും വേണ്ടല്ലോ. വേഗം നമുക്ക് ബിരിയാണിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം ഷൂട്ട് ചെയ്യാം. നോക്കിക്കോളൂ. അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഓവർ വോയിസ് കൊടുക്കുമ്പോൾ പറയാം, ഏകദേശം അളവും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇതൊക്കെ ഒരു ഐഡിയ ആണ്, നമ്മുടെ ഒരു ഐഡിയ ആണ്. എത്ര കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോയി എന്നോർത്തൊന്നും ഒരു പ്രശ്നവും ബിരിയാണിക്ക് വരാൻ പോകുന്നില്ല. വറുത്ത കോഴിയുടെ ബിരിയാണി റെഡിയാക്കാം. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇത് മസാല എല്ലാം പിടിച്ച് നന്നായിട്ട് പാകമായിട്ട് ഇരിക്കുന്ന നമ്മുടെ കോഴിനെ ആദ്യം വറുത്തെടുക്കണം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ശുദ്ധമായ വയനാട് നെയ്യാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ മെസ്സേജ്. അടിപൊളിയാണ്. വെളിച്ചെണ്ണയിലാണ് ഞാൻ എന്ത് സാധനവും ഇവിടെ കുക്ക് ചെയ്യാറുള്ളൂ. നമ്മൾ തന്നെ അമ്പലത്തിൽ നിന്ന് പോയിട്ട് കൊപ്ര മേടിച്ച് ആട്ടിച്ചെടുക്കുന്ന വെളിച്ചെണ്ണയായി, ശുദ്ധമായ വെളിച്ചെണ്ണ അത്. അപ്പം അതിലേക്ക് വറുത്ത് കോരണം. 2 സെറ്റായിട്ട് ഞാൻ വറുത്ത് കോരുന്നുണ്ട്. അത് ഒരു വഴിക്കോടെ നടക്കട്ടെ. അപ്പൊ ആ കൂടെ തന്നെ ബാക്കിയുള്ള സംഗതികളെല്ലാം ഇതിന്റെ കൂടെ നമുക്ക് അരിഞ്ഞും ബാക്കിയുള്ള അതിന്റെ ചട്നി അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഈ കൂടെ തന്നെ നമുക്ക് ചെയ്യാലോ. അപ്പൊ ഇതൊരു ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വറുത്ത് കോരരുത്. ഒരു 90-95% വെന്ത രീതിക്ക്, എന്നാൽ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകുന്ന ഒരു രീതിയിലേക്ക് ആവുകയും ചെയ്തത്. നമ്മൾ ഈ വിനാഗിരി തൈര് ചേർക്കുന്നതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ആ ഒരു ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ ഉള്ളി ഇട്ടിട്ട് പിന്നെ വറുത്തെടുക്കുന്നത്. അത് അങ്ങനെയും വറുക്കാം, അല്ലെങ്കിൽ ഉള്ളി ആദ്യം വേണമെങ്കിൽ വറുത്തെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ മസാലേന്റെ ടേസ്റ്റും കൂടി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് തോന്നും ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിൽ അങ്ങനെ വറുക്കാൻ പറ്റും ഉള്ളി വറുത്ത് നന്നായിട്ട് ഡ്രൈ ആയി തന്നെ കിട്ടും കേട്ടോ. ആ കൂടെ തന്നെ നമ്മൾ 5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ബിരിയാണി അരി. അതിന് വേണ്ട സാധനങ്ങളെല്ലാം കറുവപ്പട്ടയും നെയ്യും അതുപോലെ ഗ്രാമ്പൂ, ഏലക്കായും ഇട്ടു. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ കഴുകിയിട്ട് നമ്മൾ അരി വേവാനും വെച്ചു. ആ കൂടെ നമ്മൾ ചല്ലാസ് ഉണ്ടാക്കുക, ബാക്കിയുള്ള സംഗതികളെല്ലാം റെഡിയാക്കി വെക്കുക. കട്ട തൈരിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എപ്പോഴും കേട്ടോ. ഉപ്പൊഴിച്ച് അതൊന്ന് ആദ്യം ക്രഷ് ചെയ്തിട്ട് സവാള ആ ഒരു രീതിയിൽ ചള്ളാസ് ഉണ്ടാക്കി. കാരണം ആദ്യം ഇങ്ങനെ കുറച്ചു നേരം ഉള്ളി കിടന്നിട്ട് പിന്നെ പതഞ്ഞ് അതിൽ വെള്ളം മുഴുവനും അങ്ങ് വറ്റി ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ വെള്ളം ഇങ്ങനെയുള്ള സമയത്തും സേഫാണ്. അത് കഴിഞ്ഞ് വെള്ളം വറ്റുന്ന സമയത്ത് നമ്മൾ കൂടെ തന്നെ നിന്ന് കരിഞ്ഞു പോയത് ഒരു പ്രത്യേക പോയിന്റിൽ, അതായത് ഈ പതയെല്ലാം ഒതുങ്ങുന്ന ആ പോയിന്റിൽ ഡ്രൈ ആയി റെഡിയാകും. ആ സമയത്ത് കോരിയില്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും. ഉള്ളി കരിഞ്ഞു പോയാൽ ഭയങ്കര ഡിസ്റ്റേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് കൂടെ നിന്ന് നോക്കി തന്നെ ഉള്ളി ഇങ്ങനെ, ചിക്കൻ വറുത്ത എണ്ണ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഉള്ളി വറുത്ത് കോരുമ്പോൾ. പിന്നെ ഉപ്പൊന്നും വേറെ എക്സ്ട്രാ ചേർക്കണ്ട. ഈ ചിക്കൻ മസാലേന്റെ തന്നെ ഒരു ഉപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളിക്കും കിട്ടിക്കോളും.
അപ്പൊ അതിങ്ങനെ നമ്മൾ വറുത്ത് കോരി എടുത്ത് വെക്കുക അടിപൊളിയായിട്ട്. പിന്നെ ഈ ഒരു എണ്ണയിൽ കുറച്ച് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ബാക്കിയുള്ള എണ്ണ എപ്പോഴും ഞാൻ കളയുള്ളൂ. ഒരു ദിവസം ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന പരിപാടിയൊന്നും ഞാനില്ല. വെളിച്ചെണ്ണ ആണെങ്കിൽ പോലും അങ്ങനെയാണ്. അത് മൊത്തം നമുക്ക് ഇങ്ങനെ ഉള്ളി മൊത്തം ഇങ്ങനെ വറുത്ത് കോരി എടുക്കുക. എന്നിട്ട് ഈ എണ്ണ അങ്ങോട്ട് മാറ്റി വെക്കുക. ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ സൂക്ഷിച്ചെടുക്കുക. അങ്ങനെയാണ്. അരി വേവിക്കാൻ വെച്ച വെള്ളത്തിൽ അരി വേവാൻ പാകത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിരുന്നത്. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചതിന് ഒരു ഗ്രേവി തയ്യാറാക്കുക. ആ കൂടെ തന്നെ നമുക്ക് നട്ട്സ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തെടുക്കണം. അതിനുവേണ്ടി പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ കുറച്ച് ശുദ്ധമായ വയനാടൻ നെയ്യാണ്. ഈ നെയ്യ് വേണ്ടവരെ എനിക്ക് മെസ്സേജ് വിടണം. ചോറ് അവിടെ വെന്തോട്ടെ, ഇടയ്ക്കൊന്ന് നോക്കണം കുഴഞ്ഞു പോകാതെ ഒക്കെ. അപ്പൊ നമുക്ക് കുറച്ച് നെയ്യ് ഇങ്ങോട്ടേക്ക് ഒഴിക്കാം. കണ്ടോ കൂട്ടുകാരെ, ഈ നെയ്യുടെ ഒരു ഗുണം എന്ന് പറയുന്നത് ശുദ്ധമായ വയനാടൻ ഗീ ആണ്. അതിലേക്ക് നമ്മൾ നട്ട്സ് മുന്തിരി ഞാൻ കുറച്ച് അധികം എടുക്കും കേട്ടോ. കഴുകിയിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പം അത് നന്നായിട്ട് ഇതും കരിഞ്ഞു പോരുത് കേട്ടോ. ഉള്ളിയും നട്ട്സും മുന്തിരിയും കരിഞ്ഞു പോയാൽ പിന്നെ ആ ഒരു നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അതിനുശേഷം നമുക്ക് ഇതുപോലെ മുന്തിരി കഴുകിയതാണ്, അതും കൂടി നമുക്ക് ഇതുപോലെ വറുത്തിങ്ങ് കോരിയെടുക്കണം. ഇതിന് ശേഷം നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡിയാക്കാനുള്ള പരിപാടി തുടങ്ങണം. ഇനി നമുക്ക് ഇതാ സൂപ്പറായിട്ട് നമ്മുടെ നട്ട്സും മുന്തിരിയും ഉള്ളിയും വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് വഴനയില, അതുപോലെ ഗ്രാമ്പൂ, ഏലക്കായ, കറുവപ്പട്ട ഒന്നോ രണ്ടോ കഷ്ണം മതി. ഒരു മസാലക്കൂട്ടുകളും അധികമാവരുത്. പിന്നെ നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത് ആ ഒരു ഗ്രേവിയുടെ ബാക്കി ഭാഗമാണ്. അതിൽ കുറച്ച് എണ്ണ ഉണ്ടാവുമല്ലോ, ആ എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇത് മാത്രമല്ല കുറച്ച് നെയ്യും കൂടി, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയാണിത്, അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആകണ്ട, നമ്മൾ നെയ്യ് കുറച്ച് ചോറിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെ. ഇത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഒന്നും ഒരുപാട് വേണ്ട കേട്ടോ. അപ്പൊ അതിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പിന്നെ തക്കാളി ഒരു 8-9 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. 3 കിലോയോളം ചിക്കൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ 8-9 തക്കാളി എടുത്തിരിക്കുന്നത്. അതും കൂടി നന്നായിട്ട് വെന്ത് ഇതിലൊന്ന് അലുക്കണം കേട്ടോ. അപ്പൊ ഇച്ചിരി ടൈം എടുത്ത് തന്നെ നമ്മൾ നല്ല തീ തന്നെ വെക്കാം. എണ്ണയൊക്കെ ഉണ്ടല്ലോ, നെയ്യൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് നന്നായിട്ട് പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ ആദ്യം പിന്നെ ചിക്കൻ വറുത്ത് വെച്ചപ്പോൾ ഉള്ള ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവിയുടെ എണ്ണയും ഗ്രേവിയും കൂടി നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ ചേർക്കും. അതുകൊണ്ട് തന്നെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഇടയ്ക്ക് ചോറ് വെന്തോന്നുള്ളത് നോക്കണം, അടി പിടിക്കാൻ നോക്കണം. പിന്നെ ഇത് ഏറ്റവും ആദ്യം ചിക്കൻ നമ്മള് പിന്നെ മസാല പുരട്ടി വെച്ച ആ ഒരു മസാലയാണ് കേട്ടോ. അതും കൂടി ഞാൻ ഇതിനകത്തേക്ക് തന്നെ, ചിക്കൻ വറുക്കുന്നതിന് മുമ്പ് മസാല കൂട്ടി വെച്ചില്ലേ, അതാണ്. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു. അതുകൊണ്ട് തന്നെ വേറെ വെള്ളമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ പുതിന മല്ലിച്ചപ്പിന്റെ നേരത്തെ പോലെ തന്നെ കുറച്ച് ഇതിനകത്തേക്ക് ഒരു 2-3-4 സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ്. ഇതെല്ലാം കൂടി കിടന്ന് തക്കാളി നന്നായിട്ട് ഇതിലൊന്ന് വെന്ത് കിട്ടണം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത ആ ഗ്രേവിയും കൂടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അത് അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നും ഉണ്ടാവില്ല. കരിഞ്ഞെങ്കിൽ എടുക്കണ്ട, ഇല്ലെങ്കിൽ അതിൽ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ ചിക്കൻ വറുത്ത ഗ്രേവി. അതും കൂടി ഇതിനകത്തേക്ക് ഞാൻ ഇടും. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വെള്ളം എല്ലാം പറ്റി കറക്റ്റ് ആയിട്ട് വെന്തിരിപ്പുണ്ട്. ഒരു 20 മിനിറ്റ് ഒക്കെ മതി, അപ്പോഴത്തേക്ക് ചോറ് വെന്ത് കിട്ടും. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ ഞാൻ ഒഴിച്ചേക്കണേ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ആ രീതിക്ക് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതങ്ങ് ഓഫാക്കി വെക്കാം. ചോറ് അത് റെഡി ആയിട്ടുണ്ടല്ലോ. നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ ഉള്ളിയല്ല, തക്കാളി നന്നായിട്ട് വഴന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യത്തെ ചിക്കന്റെ മസാല ഗ്രേവി, വറുത്ത ചിക്കന്റെ മസാല, അത് ഞാൻ ഇതിലേക്ക് ഇട്ടു. അതിന്റെ കൂടെ ഒരു 2-3 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, ഒന്നും പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കണം കേട്ടോ. അപ്പൊ ആ കട്ടത്തൈരും കൂടി ചേർത്തു. എന്നിട്ട് നന്നായിട്ട് വീണ്ടും അതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പൊ ക്ഷമയോടെ തന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ചെറുതീയിലാണെങ്കിൽ അങ്ങനെ വെക്കണം. പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ച സവാളയുടെ പകുതിയോളം ഞാൻ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അതാണ് അതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ബിരിയാണിക്ക്. വറുത്ത ആ ഒരു ഉള്ളി എന്ന് പറയുന്നത് അതും കൂടി ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുക. അത് മുഴുവൻ അതിൽ കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ തന്നെ, പൊടിഞ്ഞൊന്നും പോകത്തില്ല, പാകത്തിനാണ് വറുത്ത് വെച്ചേക്കുന്നെങ്കിൽ. അങ്ങനെ നമ്മൾ ചിക്കൻ മുഴുവനും അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല ഗ്രേവി ആക്കാൻ വേണ്ടി ഇപ്പൊ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരുന്നാലും വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് മൂടി വെക്കുമ്പോൾ തന്നെ ഇതിനകത്തുനിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് അതിൽ ആവശ്യത്തിന് ഒരു എണ്ണയും വെള്ളവും എല്ലാം ഇറങ്ങിക്കോളൂ കേട്ടോ. പിന്നെ നമ്മളെ ബാക്കിയുള്ളത് ഇത് കണ്ടോ, ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, വെള്ളം ചേർത്തിട്ടില്ല, വേറെ എണ്ണ ചേർത്തില്ല, ഒന്നുമില്ല. പക്ഷെ അതിൽ തന്നെ വെള്ളം ഇറങ്ങി അത് നല്ലൊരു പിന്നെ തിക്ക് ഗ്രേവി ലുക്കിലേക്ക്, അതിന്റെ കളറ് മാറി നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് അങ്ങനെ ആയിക്കോളൂ. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് നമ്മൾ അതൊന്ന് ചെറുതീയിലൊന്ന് പിന്നെ വേവിച്ചെടുക്കണം. ചിക്കൻ വെന്തതാണ്, എന്നാൽ ഈ ഗ്രേവി എല്ലാം കൂടി ഒന്ന് മിക്സായി അതിൽ നിന്ന് പെരളാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം കൊടുക്കണം.
ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മല്ലിച്ചപ്പ് അരിഞ്ഞു വെച്ചു, അതുപോലെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചു, ബാക്കി നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന നട്ട്സ്, മുന്തിരി, ഉള്ളി അത്രയും ഉണ്ടല്ലോ, അതും പിന്നെ നെയ്യും കൂടി വേണം. അതിന്റെ ഇടയ്ക്കോടെ നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണമല്ലോ. വിനാഗിരി ഒഴിച്ചിട്ടാണ്, തേങ്ങയും വിനാഗിരിയും ചെറിയുള്ളിയും പച്ചമുളകും അത്രയും. അപ്പം പച്ചമുളക് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി, കുറച്ച് ഉപ്പും കൂടി ഇടും കേട്ടോ. അങ്ങനെ നമ്മളൊരു ചമ്മന്തി അതിന്റെ കൂടെ തന്നെ ഇതുണ്ടാക്കല്, ചള്ളാസ് ചമ്മന്തിയാണ് ഞങ്ങൾ എപ്പോഴും ബിരിയാണിന്റെ കൂടെ ഉണ്ടാക്കുക. അപ്പൊ അതങ്ങ് അതിന്റെ ഗ്യാപ്പിലൊക്കെ അരച്ചെടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാ പണിക്കും ഇടയ്ക്കോടെ കുറച്ച് ഗ്യാപ്പ് കിട്ടൂല. ആ ഗ്യാപ്പിലൊക്കെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെക്കും, അടുക്കളയെല്ലാം വൃത്തിയാക്കി കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ഒരു ബിരിയാണി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടോ കിച്ചൺ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ടാവും, ആ രീതിയിലേക്ക് തന്നെ മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇത് രണ്ടും റെഡിയായി. ഇനി നമുക്ക് മിക്സിംഗ് ആണ്. മിക്സിംഗ് ഇച്ചിരി നെയ്യ് ആദ്യം അടിയിലിടുക, നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാൻ എപ്പോഴും ഈ ഉരുളി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഗ്രേവിയൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അടിയിൽ ഒരു ലെയർ ഇടുക. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മല്ലിച്ചപ്പ് ഇടാം, അതുപോലെ ഉള്ളി, നട്ട്സ്, മുന്തിരി ഇടാം, അതുപോലെ നമ്മളെ ക്യാരറ്റ് അരിഞ്ഞു വെച്ചേക്കുന്ന ഇടാം. പിന്നെ നമ്മൾ ചോറ് കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം കൂടി ഇങ്ങനെ ഒരു ലെയർ വെച്ച് മിക്സ് ചെയ്യുക. പിന്നെ അടുത്ത് വീണ്ടും ചിക്കൻ ഇങ്ങനെ പരത്തി വെക്കുക. അതറിയാലോ, മിക്സിങ് നിങ്ങൾക്ക് അറിയാലോ, ഇതുപോലെ വെക്കുക. അവിടെ ഇവിടെയായിട്ട് മാത്രം വെച്ചാൽ മതി. ഇനി ചിക്കൻ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ ബാക്കി കുറച്ച് വേണേൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ചോറിന് ആവശ്യത്തിനുള്ള ചിക്കൻ മാത്രം ഇട്ടിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആവി കയറ്റിയെടുക്കുക. ഇതിപ്പോ നമ്മുടെ ചോറും വെന്തതാണ്, ചിക്കനും വെന്തതാണ്, എല്ലാം വെന്തതാണ്. എന്നാലും നമ്മൾ കുറച്ചൊക്കെ നെയ്യൊക്കെ ചേർത്ത് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നേ ഉള്ളൂ. ഒന്ന് മിക്സ് ആക്കി പല ലെയർ ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നേ ഉള്ളൂ. ആവി കയറണം. ഇതിനി നമ്മളൊരു ഏറ്റവും സിം തീയിലിട്ടാൽ മതി. ഒരു 20-25 മിനിറ്റ് ഞാനങ്ങ് മൂടി വെക്കും. അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് അത് നല്ല സെറ്റായി. അതായത് നമ്മൾ മൂടി വെക്കുന്ന പാത്രത്തിന്റെ മുകളിൽ നന്നായിട്ട് ചൂട് കയറി ആവി വന്നിട്ടുണ്ടെങ്കിൽ അത് സെറ്റായി എന്നാണ് അർത്ഥം. അപ്പൊ ഒരു 20-25 മിനിറ്റ് എടുക്കും കേട്ടോ. അതങ്ങനെ ചെറു തീയിലാണ് വെക്കുക. ചടിയിൽ നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ വലിയ തീയിൽ വെക്കാതിരുന്നാൽ മതി. കറക്റ്റ് ആയിട്ട് മൂടി വെച്ചു. കറക്റ്റ് ആയിട്ട് നമ്മുടെ ചോറും തീർന്നു. അപ്പൊ നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. 1.5 മണിക്കൂർ എടുത്തു കേട്ടോ. അത് 2 വട്ടം നമ്മൾ ചിക്കൻ വറുത്ത് വരേണ്ടി വന്നില്ലേ, കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തല്ലേ. വളരെ പെട്ടെന്ന് തീരും. നമ്മൾ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്. പിന്നെ ഞാൻ ഈ കിച്ചണിൽ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്റെ പാത്രങ്ങളും കുക്കിംഗ്, അത്യാവശ്യം സ്പൂണുകൾ, കാര്യങ്ങളെല്ലാം അപ്പൊ വട്ടത്തിൽ നിന്ന് കറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം കൈ എത്തുന്ന ദൂരത്തിലെല്ലാം ഉണ്ട്. എന്നാൽ എല്ലാം ഞാൻ നീറ്റായിട്ട് സൈഡുകളിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുക്കിംഗ് വളരെ എളുപ്പത്തിൽ തീരും. അത് ഞാൻ പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തേക്കുന്നത്. കുറേ സ്ഥലത്തോടെ ഓടി നടന്നെടുത്തോണ്ട് വരുമ്പോൾ നമ്മുടെ ഒത്തിരി സമയം പോകും. നമുക്ക് കൊറിയർ പാക്കിങ്ങും ബാക്കിയുള്ള മെസ്സേജിന് റിപ്ലൈ കൊടുക്കണം, ബാക്കിയുള്ള വീട്ടുപണികൾ, ക്ലീനിങ് എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ കിച്ചൺ എല്ലാം റീഅറേഞ്ച് ചെയ്ത് പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ എനിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ദിവസവും എടുക്കേണ്ട എല്ലാ പാത്രങ്ങളും, എല്ലാ ദിവസവും നല്ല സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ ആയിട്ട് എടുക്കേണ്ട പാത്രങ്ങളെല്ലാം ഞാനിങ്ങനെ റീഅറേഞ്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ എനിക്ക് ജോലി സേവ് എനർജി, മെറ്റീരിയൽ ആൻഡ് ടൈം എന്നാണല്ലോ. അപ്പൊ അതിലാ പിന്നെ മെറ്റീരിയലും ടൈമും എനിക്ക് ഒത്തിരി സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. അതൊരു ടെക്നിക്കാണ്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ നമ്മളിതാ ചട്നി, ഇനിയിപ്പോ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി, അതുപോലെ ചല്ലാസ് ഉണ്ടാക്കി, അല്ല അച്ചാർ നമുക്ക് ഓൾറെഡി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് പെറ്റ്സിനൊക്കെ ഒരു വട്ടം കൂടി സ്നാക്സ് കൊടുക്കണം. ബേർഡ്സിന് ഒന്നുകൂടെ ഫീഡ് ചെയ്യണം. അതുപോലെ ഡോഗ്സിന് നമുക്കൊന്നുകൂടെ സ്നാക്സ് കൊടുക്കണം. എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെക്കണം. എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അത് കൊടുക്കണം. പിന്നെ ഇച്ചിരി സ്നാക്സും കൂടി എടുത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ബേർഡ്സിന് കൊണ്ടുപോയിട്ട് ഫീഡ് ഒന്നുകൂടെ കൊടുക്കണം. പിന്നെ ഞാൻ രാത്രി കൊടുക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ നമുക്കൊന്ന് ചായ വെക്കണം. എന്നിട്ട് നമുക്ക് ബിരിയാണി കഴിക്കണം. ബിരിയാണി ചിലപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയിട്ട് കഴിക്കുള്ളൂ. എല്ലാവരും വിശന്ന് ഒക്കെ ഇരിക്കുമ്പോൾ ആ സമയത്ത് അങ്ങനെ. അപ്പൊ എന്തായാലും എല്ലാം റെഡിയായി. പിന്നെ ഞാൻ കിച്ചണെല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കി. ഇതങ്ങനെ മൂടി വെച്ചേക്കുവാണല്ലോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതെല്ലാം അടിച്ച് വൃത്തിയാക്കി. പിന്നെ ബാക്കി അത്യാവശ്യ ജോലികളൊക്കെ വാഷ് ചെയ്യാനുള്ള തുണിയൊക്കെ ഇട്ടു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയ്ക്ക് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഒരു കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ഗ്യാപ്പ് കിട്ടൂലോ. കൂടെ നമുക്ക് അത്യാവശ്യം അല്ലാത്ത പണികൾ ഒരു സമയം നമ്മൾ വെറുതെ കളയരുത്. അങ്ങനെയാണ്. അതിന്റെ ഇടയ്ക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാം, എന്നെ സംബന്ധിച്ച് തുണി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. പാത്രങ്ങളെല്ലാം അതിന്റെ കൂടെ തന്നെ വാഷ് ചെയ്തിടാം. അങ്ങനെയാണ് ഞാനിപ്പോൾ. അപ്പൊ കുക്കിംഗ് കഴിയുന്നതോടുകൂടി തന്നെ പാത്രങ്ങളും എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രീ ആവാൻ പറ്റും. അല്ലെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയേർഡ് ആവില്ല. അങ്ങനെയാണ്. അത്ര ടയേർഡ് ആവത്തില്ല. പെട്ടെന്ന് നമ്മളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് ഫീഡ് കൊടുക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ഫുഡ് എടുക്കാം. വിളമ്പാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ബിരിയാണി ഇരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടെൻഡറാണ് നമ്മുടെ ചിക്കൻ. ഇങ്ങനെ തൈരൊക്കെ ചേർക്കുന്നുണ്ട്, പിന്നെ വിനാഗിരി ചേർത്ത് നമ്മൾ ഇന്നലെ വെച്ചേക്കുന്നുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ലെമൺ നമുക്ക് പിഴിയാട്ടോ, അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ടെൻഡറായിട്ടിരിക്കും.
അല്ല ചില സമയത്ത് നമ്മൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി തൊണ്ടേ കുടുങ്ങുമെന്ന് തന്നെ തോന്നും ചിക്കനൊക്കെ. അതുപോലെ എന്താ ഭയങ്കര ഹാർഡായിട്ട് ചിക്കൻ കിട്ടത്തില്ല, അത് നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല. എത്ര ചവച്ചാലും അങ്ങനെ അതെനിക്ക് ഇഷ്ടമേ ഇല്ല, അത് കഴിക്കാനേ പറ്റത്തില്ല. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കണം നമ്മൾ, ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ആ രീതിക്ക്. ഇനിയിപ്പം വിനാഗിരി, ലെമൺ ഇതൊന്നും ഇല്ലെങ്കിൽ പപ്പായ ഒരു പീസ് മുറിച്ചിട്ടാലും നല്ല സോഫ്റ്റ് ആവും. അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ. അപ്പം നമ്മൾ ഇതിന് ചേർത്ത മസാല എന്ന് പറയുന്നത് ഗരം മസാലയാണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ബിരിയാണിയുടെ ബാക്കിയുള്ള സ്പൈസസ് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ടേ ഉള്ളൂ, ആ രീതിയാണ്. നമ്മുടെ ഈ ഒരു ഗരം മസാല മേടിച്ച എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അതിന് ഞാൻ എല്ലാം ചേർത്തിട്ടുണ്ട്, എല്ലാം നമ്മൾ തന്നെ ഇവിടെ എല്ലാം കഴുകി ഉണങ്ങി പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്. പെരിഞ്ചീരകം മുതൽ എല്ലാ സാധനങ്ങളും, കസ്കസ് മുതൽ എല്ലാം ചേർത്തിട്ടുണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റിയാണ്. ഗരം മസാല എല്ലാവരും മേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഏത് പ്രിപ്പറേഷൻ നമുക്ക് ഗരം മസാല യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയാണ്. അപ്പൊ അതെന്തായാലും മേടിച്ചോളൂ, ഒത്തിരി റേറ്റ് ഒന്നുമില്ല, 1/4 കിലോയുടെ പാക്കറ്റ് ഉണ്ട്, അങ്ങനെ മേടിച്ചോളൂ. അപ്പൊ അതൊരു വിശേഷം. ഇനി നമുക്ക് കഴിക്കാൻ നേരത്ത്. അപ്പൊ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തി. ഇനി ഓരോരുത്തർക്ക് നമുക്ക് വിളമ്പി കൊടുക്കാം. പിന്നെ ബിഗ് ബോസ് ഉണ്ടല്ലോ, അപ്പം ആ ഒരു പരിപാടി ഞങ്ങൾ കാണാറുണ്ട് രാത്രി. അപ്പൊ അതും കാണണം. കണ്ടോ കൂട്ടുകാരെ, എന്ത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് തന്നെ അതിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ലേ? നല്ല ചിക്കനൊക്കെ വറുത്ത് നല്ല ടെൻഡർ ആയിട്ടുള്ള അത്, റൈസ് ഒക്കെയും കൂടി നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറുകൾ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് തന്നെ എന്ത് മനോഹരമായിട്ട് നമ്മുടെ ബിരിയാണി ഇരിക്കുന്നു അല്ലെ? അങ്ങനെയാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുവാണെങ്കിൽ വെരി ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ അച്ചാറ്, ലിജോയ്ക്ക് അച്ചാർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് അശ്വിൻ അച്ചാറിന്റെ ആളാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്ന് വലിയ മഴയൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമുക്ക് കൊറിയർ വിടാനുണ്ട്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ ഞാൻ തുടങ്ങുവാണ്. അപ്പൊ ശരി കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ഈ വാട്സപ്പ് നമ്പറിലേക്ക് വരൂ, വിശേഷങ്ങളൊക്കെ പറയൂ. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ചെടി വേണ്ടവർ കണ്ടോ, കമ്മേലി വിരിഞ്ഞു നിൽപ്പുണ്ട്. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട്, കമ്മേലി മേടിക്കാൻ പോയ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട്, റംബുട്ടാൻ മേടിക്കാൻ പോയ വിശേഷമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് വേണം, കമന്റ് വേണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ആ കൂടെ കമന്റ് എന്തായാലും വേണം കേട്ടോ, ഞാൻ നോക്കിയിരിക്കും. ഇത് നമ്മൾ വിൽക്കുന്ന ചെടിയാണ് കേട്ടോ, ലേഡി ഷൂ. ഇതിന്റെ റെഡും ഉണ്ട്, യെല്ലോയും ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇന്ന് എനിക്കിവിടെ മിറ്റമൊക്കെ ഒന്ന് അടിക്കണം, ക്ലീൻ ആക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൊറിയർ വിടാനുണ്ട്. ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല, ഇന്നലത്തെ ബിരിയാണിന്റെ ബാക്കിയുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.